അല്ല, ഇപ്പോൾ എത്രയോ 10 മിനിറ്റുകൾ കഴിഞ്ഞു അധികാരത്തിൽ വന്നതിന് ശേഷം. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വഖഫ് ബോർഡിനോട് ചോദിക്കേണ്ട അതിൻ്റെ നടപടിക്രമങ്ങൾ. പക്ഷെ നമ്മളിവിടെ കാണേണ്ടത് ഗവൺമെൻറ് വളരെ ശരിയായ രൂപത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു കമ്മീഷൻ വെച്ചിരുന്നു, ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ആ കമ്മീഷൻ്റെ നടപടികൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ കേസ് വരികയുണ്ടായി. ആ കേസിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിലപാട് സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കുന്ന വിഷയം കോടതിയുടെ മുൻപിലുണ്ടായിരുന്നില്ല. കമ്മീഷൻ്റെ നടപടികൾ തുടരണോ ഇല്ലയോ എന്നത് മാത്രമായിരുന്നു ആ കേസിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അപ്പീൽ പോയി, ഗവൺമെൻറ്റും അപ്പീൽ പോവുകയുണ്ടായി. അതിനെ തുടർന്നാണ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിലപാട് സ്വീകരിച്ചു. എന്നാൽ ആ ഘട്ടത്തിൽ ഈ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അതിനെതിരെ പിന്നെ സുപ്രീം കോടതിയിൽ കേസ് വരികയുണ്ടായി. ആ കേസിൽ ഗവൺമെൻറ് പറഞ്ഞത് ഇത് വഖഫ് ആണെങ്കിലും വഖഫ് അല്ലെങ്കിലും അവിടെ താമസിക്കുന്ന ആളുകളുടെ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം. എന്നാൽ സുപ്രീം കോടതി അതിനകത്ത് ആ പരാമർശങ്ങളുള്ള ഭാഗം അവരത് സ്റ്റേ ചെയ്യുകയും ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ സിംഗിൾ ബെഞ്ചിൻ്റെ വഖഫാണ് എന്ന ഭാഗം നിൽക്കുന്നുണ്ട്, വഖഫ് ട്രിബ്യൂണലിനകത്ത് ഈ കേസ് നിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വഖഫ് ആണെങ്കിലും അല്ലെങ്കിലും എങ്ങനെ അവരെ സംരക്ഷിക്കാം, അതാണ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ്റെ ശുപാർശ. ആ ശുപാർശ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മൂർത്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ ഫറൂഖ് കോളേജുമായി സംസാരിച്ചിട്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം, അല്ലെങ്കിൽ ഈ സ്ഥലം വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഫറൂഖ് കോളേജ് വാങ്ങിയിട്ടുള്ള ഭൂമി അത് വഖഫിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഭൂമി വഖഫിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം വഖഫ് ആണെങ്കിൽ. അതല്ലെങ്കിൽ വഖഫിന് ഈ ഭൂമി രജിസ്റ്ററിൽ നിന്ന് മാറുകയാണെങ്കിൽ അതിനാവശ്യമായ മറ്റ് ഭൂമി വഖഫ് ബോർഡിന് നൽകാനായിട്ടുള്ള നിലപാടുകൾ ഫറൂഖ് കോളേജിൽ നിന്ന് അതിനാവശ്യമായിട്ട് ഈടാക്കണം. ഇതാണ് വഖഫ് ആണെങ്കിൽ. വഖഫ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് പൂർണ്ണമായും അവകാശം നൽകുക എന്ന വളരെ ശരിയായ നിർദ്ദേശങ്ങളാണ് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്തുള്ളത്. വഖഫ് ആണെങ്കിലും വഖഫ് അല്ലെങ്കിലും അവിടെ താമസിക്കുന്നവരുടെ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കുക എന്നതാണ് കഴിഞ്ഞ സർക്കാർ എടുത്ത നിലപാട്. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ 10 മിനിറ്റിൻ്റെ ഇൻസ്റ്റൻറ്റ് പരിഹാരം കയ്യിലില്ലെങ്കിൽ അടിയന്തരമായി ചെയ്യാൻ ശ്രമിക്കേണ്ടത് ആ കമ്മീഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടികൾക്ക് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി സെക്രട്ടറിമാരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ കഴിഞ്ഞ ഗവൺമെൻറ് നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിവേഗത്തിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിന് പകരം ഇത്തരത്തിലുള്ള ഒരു തൊടുന്യായങ്ങൾ പറയുന്നത് ശരിയല്ല. ബഹുമാനായ മുഖ്യമന്ത്രി ആ പ്രശ്നം പരിശോധിച്ചിട്ട് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അത് പഠിക്കുകയും അതിനെ തുടർ നടപടി സ്വീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആ കമ്മിറ്റിയുടെ നടപടികൾ അതിവേഗത്തിലാക്കുകയും വേണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് ആ നടപടികൾ അല്പം സാവകാശത്തിലായിട്ടുള്ളത്. വേഗതയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഇൻസ്റ്റാൻറ്റ് പരിഹാര മാർഗം വേറെയൊന്നും കയ്യിലില്ലെങ്കിൽ ഇത് വച്ചിട്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ആ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, അത് സുപ്രീം ഹൈക്കോടതിയിൽ വിധി വായിച്ചാൽ അറിയാമല്ലോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വഖഫ് ആണോ വഖഫ് അല്ലയോ എന്ന് സർക്കാരിന് പ്രഖ്യാപിക്കാനുള്ള അധികാരം യഥാർത്ഥത്തിലില്ല. അത് വഖഫ് ബോർഡ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്താലും അത് അവരോടാണ് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത്. ചെയ്താലും ചെയ്തില്ലെങ്കിലും അതോടുകൂടി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണല്ലോ. അതോടുകൂടി ഇവരുടെ എല്ലാ അവകാശവും നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ കമ്മീഷന്റെ നിർദ്ദേശം ഗവൺമെൻറ് ആവശ്യപ്പെട്ടതും വഖഫ് ആണെങ്കിലും അല്ലെങ്കിലും അവിടെ താമസിക്കുന്നവരുടെ അവകാശം പൂർണ്ണമായും സംരക്ഷിക്കണം. അതിനുള്ള മൂർത്ത നിർദ്ദേശങ്ങൾ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ചുമതല വഹിച്ചിരുന്ന ഒരാളുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കോടതിയിലും കുറച്ചുകൂടി സാധുത ലഭിക്കും, ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതിലേക്ക് പോകാനാണ് മറ്റ് പിടിവാശികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്. അല്ല, അത് സംബന്ധിച്ചെല്ലാം ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലെല്ലാം കേസ് നിൽക്കുകയല്ലേ. ഇപ്പോൾ വഖഫ് ബോർഡ് എന്തുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക് പോയി അത് ഞാൻ ആ ഭാഗം പരിശോധിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് വരുന്ന വഖഫ് ബോർഡാണ് അത് വ്യക്തമാക്കേണ്ടത്. ഇനി അവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി വഖഫിൻ്റേതായി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ട്രിബ്യൂണൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാന ഘട്ടത്തിൽ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ വഖഫ് ആണെങ്കിൽ പോലും
ഇപ്പോൾ താമസിക്കുന്ന ആളുകളുടെ ഒരു അവകാശവും നഷ്ടപ്പെടാൻ പാടില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ സർക്കാർ എടുത്തത്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ കമ്മീഷൻ ശുപാർശയുള്ളത്. ആ ശുപാർശ നടപ്പിലാക്കാൻ തയ്യാറാവുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത്.